Hello guys, welcome to my day 1 app maxi 168. എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ ഇന്ന് 4 മുട്ട പോവും. മീഡിയം സൈസ്, മീഡിയം ആയിരിക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ലാർജ് എന്ന് വെച്ചാൽ I have seen bigger മുട്ടാസ് than this, so I don't think this is a large മുട്ട. 0.5 ഇതിൻ്റെ ഹാഫ് സെക്കൻഡ് സ്പ്രേ ആണ് ഇതിൻ്റെ സർവിങ് സൈസ് ആയിട്ട് ഇവർ പറയുന്നത്. സോ അതിനകത്ത് 0 കാലറീസ് എന്നതിനകത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു നിയമമുണ്ട്, എനിക്കൊന്ന് FDA ആണെന്ന് തോന്നുന്നു, US-ൻ്റെ. നിങ്ങൾക്ക് 0.5 ഗ്രാം ആണ് നിങ്ങളുടെ സർവിങ് സൈസ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തിട്ട് 0 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ 0 സെർവിങ്ങിൽ അല്ലെങ്കിൽ 0 ഗ്രാം സെർവിങ്സിൽ 0 കാലറി, അങ്ങനെ എന്തോ ഒരു ഉടായ്പ് കണക്കാണ്. പക്ഷേ ഇത് 0 കാലറി ആണോ? അല്ല, ഇത് സാധാരണ ഒരു ഓയിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 സെക്കൻഡ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ 1 ഗ്രാം ഓയിൽ വരും. 1 ഗ്രാം ഓയിലിൽ 9 കാലറീസ് ഇത് വരുന്നുണ്ട്, എനർജി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രം എടുത്തിരിക്കുന്നത്, എനിക്ക് വേറെ പാത്രം കിട്ടിയില്ല. ഐ ഡോണ്ട് നോ ഇത് മുട്ട ഉണ്ടാകുമ്പോൾ. ഞാൻ പൊതുവെ ഇതിനകത്തല്ല ഉണ്ടാക്കാറ്, ചെറിയൊരു പാത്രത്തില്ല. പക്ഷേ ഇതിപ്പോൾ 4 ഉള്ളതുകൊണ്ട് എൻ്റെ സൈസ് ഗസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ചൂട് പാത്രം നമുക്ക് കഴുകാനും എളുപ്പമായിരിക്കും. അത് ഒരു ഗ്രാം ആയിരിക്കുമല്ലേ? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു തിൻ ലെയർ. ലഞ്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ്സ് അബൌട്ട് 90 കാലറീസ്. ഇതിൽ തന്നെ ഫൈബർ 17 ഗ്രാം ഫൈബർ വരുന്നുണ്ട്. പനീനി പ്രസ്സിലാണ്. പിന്നെ അതിൻ്റെ മീറ്റായിട്ട് എൻ്റെ കയ്യിൽ ബീഫിൻ്റെ ഷോൾഡർ കട്ടുണ്ട്. പിന്നെ കാർബിൻ്റെ ബേസായിട്ട് എൻ്റെ കയ്യിൽ പരിപ്പ് ആൻഡ് സ്പിനച്ചുണ്ട്. ടയർ ചെയ്യും. 50 ഗ്രാംസ് ബീഫ് വയ്ക്കും. ഗ്രാം പരിപ്പും സ്പിനച്ചിൻ്റെ മിക്സ് വയ്ക്കും. അല്ല, സ്പിനച്ച് വളരെ കുറവുള്ളൂ കേട്ടോ. സോ ഒരു 99% അതിനകത്ത് പരിപ്പ. ഇനി ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ബീട്രൂട്ടാണെന്ന് തോന്നും, പക്ഷേ ഇത് ബീട്രൂട്ട് അല്ല, പിക്കിൾഡ് റെഡ് ക്യാബേജ്. സോ നൈസ്. ടാക്കോസ് ആക്കുന്നതിന് മുമ്പ് 50 ഗ്രാം ബീഫുണ്ട്, 30 ഗ്രാം പരിപ്പുണ്ട്, പിന്നെ കീറ്റോ റാപ്പ്, പിക്കിൾ ക്യാബേജ്. ഇതാണ് എൻ്റെ ഗോ ടു ഡ്രിങ്ക് ലഞ്ചിൻ്റെ. ഒരു ടാക്കോസ് സെറ്റ്, 0 കാലറീസ്. കഴിഞ്ഞ ദിവസം ബൂം ബാങ്ങിൻ്റെ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഇതുപോലെ തന്നെ 4-5 മുട്ട ഒരു ദിവസം രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മുട്ടയിൽ ഈസിയാണ്. ഞാൻ എൻ്റെ കാപ്പി കുടിക്കാം. ജസ്റ്റ് ബ്ലാക്ക് കോഫി. റിയലി കുക്കിംഗ് ഇറ്റ്സ് ജസ്റ്റ് അസംബ്ലിങ് ഫുഡ്. അപ്പോൾ നേരത്തെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഞ്ചസാരയോ പാലോ ഇല്ലാതെ ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആപ്സ് ആർ മെയ്ഡ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് മേ ബി ഇതിന് പ്രാധാന്യം അതായിരിക്കും. സോ ഇതുപോലെ എൻ്റെ ലഞ്ച് കാണുന്നത്. ഈ ഒരു മീറ്റ് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഗോള് 2 മാസത്തെ ആണല്ലോ. അപ്പോൾ 2 മാസത്തിൽ ഇപ്പോൾ ഈ ഒരാഴ്ചയും കൂടെ ഈ മീറ്റ് ഓടും. ഒരു 3 ദിവസം കൂടെ ബാക്കിയുണ്ട്. സോ ഈ മീറ്റ് ഓടിക്കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാങ്ങിക്കാൻ പോകുന്നത് എക്സ്ട്രാ ലീൻ ഗ്രൗണ്ട് ബീഫ്, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഓർ ചിക്കൻ തൈസ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാറ്റ് കുറവാണ് ഈ ഷോൾഡർ കട്ട് വെച്ച് നോക്കുമ്പോൾ. പക്ഷേ സ്റ്റിൽ ടേസ്റ്റിയാണ്. കുറച്ചൊക്കെ ടേസ്റ്റ് ഇല്ലാതെ എന്ത് ലൈഫ്. ബോംബ്. ഇന്നലത്തെ രാത്രിയിൽ ഒരു ക്വിക്ക് റീക്യാപ്പ് ഞാൻ തരാം. ഇന്നലത്തെ രാത്രിയിൽ ഞാൻ വീഡിയോ ചെയ്ത പോലെ പ്രീ വർക്കൗട്ട് ഒക്കെ കഴിച്ചു, നല്ലതായിട്ട് ഒരു ജിം സെഷൻ കഴിഞ്ഞു, വീട്ടിൽ വന്നിട്ട് എൻ്റെ ആപ്പ് മാക്സിങ് പ്രോഗ്രാം ഞാൻ അപ്ലോഡ് ചെയ്തു. അതിൻ്റെ കുറച്ച് പണികളുണ്ടായിരുന്നു, എങ്ങനെയാണ് വർക്കൗട്ട് മീലും പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ പണിപ്പുര കഴിഞ്ഞ് ഒരു 10-10:30 കഴിഞ്ഞപ്പോഴത്തേക്കും കിടക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ പണി കിട്ടിയത്.
ഞാൻ ലേറ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ പ്രീ വർക്കൗട്ട് വീഡിയോയിൽ പറഞ്ഞു. അതേ ഞാൻ തന്നെ അത് കഴിഞ്ഞിട്ട് വർക്കൗട്ടിൽ പോയി ഈ വെള്ളത്തിൻ്റെ സൈക്കിള് മൊത്തത്തിൽ ഡിസ്റപ്റ്റഡ് ആവും. വർക്കൗട്ടിന് മുമ്പ് ഞാൻ 1 ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമുക്കാൽ മണിക്കൂർ മുമ്പ്. എന്നിട്ടും വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് പുഷ് ചെയ്തൊരു സെഷനായിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ദാഹിച്ചു. അന്നേരം ഞാൻ ഇതേ സെയിം സാധനം മറ്റേ ചിയ സീഡ് രാവിലെ ചെയ്യുന്ന പോലെ തന്നെ രാത്രി കിടക്കുന്ന മുമ്പ് ഞാൻ ഒരു 2-3 മണിക്കൂർ മുമ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചിയ സീഡിൽ വെള്ളം ഇട്ടിട്ട് പിന്നെയും കുടിച്ചു. എൻ്റെ ഉറക്കം കളഞ്ഞു. ഒരു 1 മണിയായപ്പം അസഹനീയമായിട്ടുള്ള വിശപ്പ് കൊണ്ട് എഴുന്നേറ്റ് ഇതുപോലെ തന്നെ ടാക്കോസ് ഉണ്ടാക്കി കഴിച്ചു. സെയിം 50 ഗ്രാം ടാക്കോസ് പ്ലസ് പരിപ്പ്. അതൊരു 2 എണ്ണം ഫുള്ള് അകത്താക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് സംതൃപ്തിയായത്. പണി കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് കഴിച്ചതിൻ്റെ ഡീഹൈഡ്രേഷൻ കൊണ്ട് ഒരു 4 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ എൻ്റെ ഉറക്കം ഫുൾ ഡിസ്റപ്റ്റഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എൻഡ് ഓഫ് സ്റ്റോറി എന്ന് പറയുന്നത്. അതിൽ വലിയൊരു ശതമാനം ലേറ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പോയതിന് റോളുണ്ട്. ഇന്ന് ഞാൻ രാവിലെ പോയി വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ എഴുന്നേറ്റപ്പം ലേറ്റായിപ്പോയി. ബിക്കോസ് എൻ്റെ ഉറക്കം വളരെ മോശമായിരുന്നു. ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഡിസ്റപ്റ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാതെ എൻ്റെ പിറ്റേ ദിവസം ഭയങ്കര മോശമായിരിക്കും. ഉറക്കം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ കറക്റ്റ് സെഷൻസും കറക്റ്റ് മീലും എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഡയറ്റിൻ്റെ കാര്യത്തിൽ സെറ്റാണ്. 2 ടാക്കോസ് റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡ്രിങ്ക് സെറ്റാണ്. ഫിസി ഡ്രിങ്ക് വിത്ത് 0 കാലറീസ്. സപ്ലിമെൻറ്റ്സ് എടുത്തു, കോഫി എടുത്തു. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനി ഒരു ഗോൾ ഉണ്ടെങ്കിൽ അതിൽ സെറ്റായിട്ട് ലോക്ക്ഡ് ഇൻ ആയിട്ടിരിക്കുക. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഗോളേ ഉള്ളൂ. ഇതുപോലെ ലക്ഷ്യങ്ങളില്ലെങ്കിൽ നമ്മുടെ ജീവിതം വെറുതെയാണ്. റൈറ്റ്? ഇറ്റ് ഓൾ മേക്ക് സെൻസ് നൗ.